ഹലോ ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ചിക്കനൊന്നും വെക്കാത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇഫ്താർ ടൈമിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മാവ് പൊടികൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാടൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി ഞാൻ റെസിപ്പിയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്, ഒരുപാട് വെള്ളത്തിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം ഉരുളക്കിഴങ്ങ്. അപ്പോൾ പുഴുങ്ങിയെടുത്ത ശേഷം നമ്മൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കരുത്. അതൊരു സ്ട്രെയിനർ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഉടച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരു സ്ട്രെയിനറിലേക്കാണ് ഇതിങ്ങനെ മാറ്റിയെടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഉടച്ചെടുക്കുമ്പം കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവില്ല. ഞാനൊരു വേറൊരു ചാനലിൽ കണ്ടായിരുന്നു കേട്ടോ, വേറൊരു ഹിന്ദി ചാനലിൽ കണ്ടതായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. ഉരുളക്കിഴങ്ങിൽ മാക്സിമം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ ഉടച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുമുണ്ട്, അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ. പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ കുറവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും പെട്ടെന്ന് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലർ പറയും അത് ഫ്ലോപ്പായി പോയിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാണ്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒറിഗാനോ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാല പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡേഴ്സ് ഇതിൻ്റെ കൂടെ എന്താണോ ടേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറഞ്ഞ ഉപ്പിലാണ് ഞാൻ വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇതിൽ ഒട്ടും തന്നെ ഉപ്പില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഉപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണ് മതിയാകും. ഞാനിപ്പോൾ 2 വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 4-5 ടേബിൾ സ്പൂൺ. അത് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ആക്കുന്ന സമയത്ത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആയിരിക്കണം കൂടുതൽ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാൻ മുമ്പ് ഉരുളക്കിഴങ്ങിൻ്റെ സ്നാക്സ് ഇതുപോലെ ഷെയർ ചെയ്ത സമയത്ത് കുറച്ച് പേർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, കുറച്ച് പേര് പറയുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഹോട്ട് പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജിപ്പ് ലോക്ക് ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവർ എന്തെങ്കിലും എടുക്കുക, പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് അതിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാൻ മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തരുത്. ഞാനിപ്പോൾ കുറച്ചൊരു തിന്നാക്കിയിട്ടാണ് പരത്തിയിട്ടുള്ളത്. അത്രയും തിന്നാക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ മാവ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. വളരെ തിന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാവും അത് ഫ്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പം അതുപോലെ നല്ല നീളത്തിൽ എടുക്കണ്ട കേട്ടോ. നമ്മൾ ഫ്രൈങ് പാന് കുറച്ച് വലുപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ഒരു ദിവസമൊക്കെ വെച്ച് നോക്കിയിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ അതാ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് ഇതാക്കുന്നുണ്ട്. ഞാനിനി ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷമാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. പുതിയ ആളുകൾക്കാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. കൂടുതൽ നേരം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, താഴെ വെക്കണം. ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചത് കേട്ടോ. ഐസായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത്രയും വെക്കണ്ട, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പം വളരെ എളുപ്പമാണ്. ആ ഒരു സിപ്പ് ലോക്ക് ബാഗ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ വെച്ചിട്ട് നമുക്ക് കവർ കട്ട് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കത്തി കൊണ്ട് ഞാനിപ്പോൾ നീളത്തിൽ ഓരോ സ്റ്റിക്കായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ കട്ടിയിലാക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ നല്ല ഒരു കട്ട്ലേറ്റ് രീതിയിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അത് വിട്ടു പോകരുത്. ഇനി ഞാനിവിടെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്, ഷാലോ ഫ്രൈ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി കുക്കാക്കിയിട്ടുള്ള പൊട്ടാറ്റോ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഷാലോ ഫ്രൈ അധികം എണ്ണ ഇല്ലാണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു പൊട്ടാറ്റോ സ്റ്റിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നേരെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എണ്ണയുടെ ചൂട് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും എണ്ണ അത്യാവശ്യം ചൂടായ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. വളരെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മൊത്തത്തിൽ പൊട്ടിപ്പോവും. ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല, ഞാനിപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തുന്നുള്ളൂ. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നന്നായിട്ട് ഉരുണ്ട് വരും കേട്ടോ. അപ്പോൾ സെയിം സാധനം നമ്മൾ ബ്രെഡിൻ്റെ ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു സ്റ്റിക്ക് പോലെയാണ് വന്നിട്ടുള്ളത്. മറ്റേത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിഫറൻസ്. അത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് സേഫാണ് കുറച്ചുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഡീപ്പ് ഫ്രൈ അല്ലല്ലോ. അപ്പോൾ ഇതും പറഞ്ഞ പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ക്രിസ്പായാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം, ഒരു ടിഷ്യൂവിലേക്ക് മാറ്റാം. പിന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ ചൂടോട് കൂടിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാർഡാവും. നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ഒന്ന് ക്രിസ്പാവും. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്കാണ്. അത് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഫ്രൈ ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ആ സ്റ്റിക്ക് പോലെയുള്ള ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളത്, പക്ഷേ കുറച്ച് തൊട്ട് മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിക്കായിട്ട് വരും. പിന്നെ കുറേ നേരം പുറത്ത് വെച്ചാൽ അത് സോഫ്റ്റായിട്ട് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചായിരുന്നു ഇനി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം അന്നത്തെ കുറച്ച് ഡൗട്ട്സുകൾ ഇന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന്.
ഇത് ഞാൻ കഴിഞ്ഞ നോമ്പിന് ഷെയർ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ പോപ്കോൺസ് ആണ്. ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചിക്കൻ സ്മൈലിയാണ്, ചിക്കൻ ചേർത്തിട്ടുള്ള പൊട്ടാറ്റോ. ഇതേപോലെ തന്നെയാണ്, ഇതിൽ കൂടെ ചിക്കനും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇത് പൊട്ടാറ്റോ ഫിംഗേഴ്സാണ്, ഇതിൽ റവ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഈ ഒരു ചാനലൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്